കൊച്ചിയിൽ നടന്ന ഡൗൺ സിൻഡ്രം നാഷണൽ ഗെയിംസിൽ തിളങ്ങി ചെറുതാഴം മേലെ അതിയിടത്തെ പി.ടി. ശബരിനാഥ്. ഷോട്ട് പുട്ടിൽ സ്വർണവും ഓട്ടമത്സരത്തിൽ വെള്ളിയും സ്വന്തമാക്കി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നെരുവമ്പ്രം യു.പി. സ്കൂളിലെ 6ാം തരം വിദ്യാർത്ഥിയായ ശബരിനാഥ്. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് നെരുവമ്പ്രം യു.പി. സ്കൂളാണ്. നെരുവമ്പ്രം യു.പി. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കലോത്സവങ്ങളിലൊക്കെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സ്കൂളാണ്. ഒപ്പം ഈ സ്കൂളിലെ ശബരിനാഥ വീണ്ടും ഒരു സ്വർണ്ണ മെഡൽ നേടിയ കഥയുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ശബരി, നമസ്കാരം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ അല്ലേ? ഈ സ്കൂളിലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ശബരിനാഥ്. ശബരിനാഥിൻ്റെ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറയുന്നതിന് വേണ്ടി ശബരിയുടെ അച്ഛനുണ്ട്, അതുപോലെ തന്നെ ഈ സ്കൂളിലെ പ്രധാനാധ്യാപികയുണ്ട്, BRCയിലെ ടീച്ചർമാരുണ്ട്. ആദ്യം നമുക്ക് ശബരിയുടെ അച്ഛനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. പേരെന്ന് പറയാം? എൻ്റെ പേര് പ്രജിത്ത്. പ്രജിത്ത് അല്ലേ? എവിടെയാ വീട്? എവിടെയാ വീട്? ചെറുതാഴം പഞ്ചായത്തിൽ മേലതിയോളം അല്ലേ? അപ്പോൾ ശബരി നമ്മുടെ നാടിനും അതുപോലെ തന്നെ സ്കൂളിനൊക്കെ അഭിമാനമായി മാറിയിരിക്കുന്നതാണ്. എന്താണ് ആ നേട്ടം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം? ഇപ്പം കിട്ടിയത് കൊച്ചിയിൽ വെച്ച് നടന്ന ഈ മാസം 8-9 തീയതിയിൽ കൊച്ചിയിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസ് ഉണ്ട്. അതിൽ ഷോട്ട് പുട്ടിന് 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും, പിന്നെ അതുപോലെ 50 മീറ്റർ ഓട്ടത്തിൽ 8 വയസ്സ് മുതൽ 11 വയസ്സിലെ കുട്ടികൾ 50 മീറ്റർ ഓട്ടത്തിന് 2ാം സ്ഥാനം വെള്ളി മെഡൽ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നെയാണത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നേടിയെടുക്കുന്നത്. അത് നമ്മുടെ കണ്ണൂർ, ഇതിന് കാരണക്കാരായത് കണ്ണൂർ ദോസ്ത് ഗ്രൂപ്പാണ്. ഈ ഡൗൺ സിൻഡ്രോം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ദോസ്ത് ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മുടെ ഇവിടെ 12 കുട്ടികളാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയത്. എല്ലാ മക്കളും ഇതുപോലെ ഓരോ മെഡലുകൾ നേടിയെടുത്ത് അത് വാരിക്കൂട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ശബരിക്ക് ഒരു സ്വർണ്ണവും ഒരു വെള്ളിയും കിട്ടി അല്ലേ? എന്തായാലും നമ്മുടെ സ്കൂളിന് ഒരു അഭിമാനം തന്നെ. അതിന് കാരണക്കാർ നെരുവമ്പ്രം സ്കൂളിലെ ടീച്ചേഴ്സും അതുപോലെ സാധാരണ മക്കളുമാണ്. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിൽ ഇപ്പം ഞാൻ, പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ ഭാര്യയുടെ പേരെന്ന് പറയാം വിനീത. അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ മോള് +2. ശരിക്കും മോളെ പറഞ്ഞു നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്താണ് എൻ്റെ മോനെ. എന്തായാലും ശബരിയുടെ അധ്യാപകരോട് നമുക്കൊന്ന് പരിചയപ്പെടാം. ടീച്ചർ നമസ്കാരമുണ്ട്, ഒന്ന് പേരെന്ന് പറയാമോ? എൻ്റെ പേര് വത്സല, നെരുവമ്പ്രം യു.പി. സ്കൂൾ അച്ഛനാണ്. അപ്പോൾ ശബരി ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് സ്കൂളിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ ഉഷാറായിട്ടാണ് ശബരി ചെയ്യുന്നത്. കാരണം ക്ലാസ്സിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ പഠനത്തിൽ എന്തായാലും മറ്റു കുട്ടികളെ പോലെ ആവില്ലല്ലോ. അതിന് നമുക്ക് BRC എന്നുള്ള ഒരു ടീച്ചർ 7 ആഴ്ചയിൽ 3 ദിവസം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ ഒരു വർഷം നോക്കുമ്പോഴേക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റാണ് ശബരിക്കുള്ളത്. ശബരിയുടെ പറഞ്ഞാൽ എല്ലാ കളിയിലായാലും അതുപോലെ ഈ ഡാൻസിൻ്റെ കാര്യത്തിലായാലും ചെണ്ട കൊട്ടുന്ന കാര്യത്തിലായാലും ഒക്കെ ഉഷാറാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു നേട്ടം, നല്ല മിടുക്കനായ കുട്ടിയാണ്. എന്തായാലും നമ്മുടെ മാടായി BRCയും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. BRCയിലെ അധ്യാപിക കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ടീച്ചറുടെ പേരെന്താ? എൻ്റെ പേര് റീജ. എന്താണ് BRCയുടെ നേതൃത്വത്തിൽ എന്താണ് ഇത്തരം BRCയിലെ പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. 1 മുതൽ 4 വരെ അതിയാടം LP സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഈ വർഷമാണ് നല്ല നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഗണിതം ഇതിലൊക്കെ നല്ല മാറ്റങ്ങൾ തന്നെ വന്ന് ABCD വരെ എഴുതാൻ അറിയുന്ന കുട്ടി ഇപ്പം ആപ്പിൾ, ബോൾ തുടങ്ങിയവയൊക്കെ അച്ചീവ് ചെയ്ത് നല്ലൊരു മാറ്റങ്ങൾ തന്നെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ശബരി നമ്മുടെ നാടിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ അഭിമാനമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെരുവമ്പ്രം യു.പി. സ്കൂളിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.